ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ Q&A വീഡിയോ ആയിട്ട് വന്നിരിക്കട്ടെ. കുറേ നാൾ നമ്മൾ Q&Aയുടെ ഒരു റീലിട്ടത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ കളഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ Q&A എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് Q&A വീഡിയോട്ട് കിടക്കാം. കുറേ നാളായി ഇടാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഞാൻ ഇട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ Q&A വീഡിയോട്ട് നേരെ കിടക്കാം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ Q&A വീഡിയോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കമൻറ്റ് നിയ എന്ന് പറഞ്ഞ ഒരാളാട്ടോ. അപ്പോൾ ഇവർ സ്കൂൾ നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ നെയിം ബദനി ആശ്രമം ഹൈസ്കൂൾ ചെറുകുളഞ്ഞി എന്നാണ്. ഞാൻ ഫോണിലാട്ടോ ഇത് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നത് വൈകല്ലോ ഋത്തിക എന്ന് പറയുന്ന ഒരാളാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് തിങ് ടു ഡു ഇൻ ഫ്രീ ടൈം? എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടമെന്ന്, എനിക്ക് കൂടുതലിഷ്ടം റീൽസ് തോണ്ടുക എന്നാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റീല് കണ്ടാൽ അത് നിങ്ങൾ മുന്നയിച്ച് അതിങ്ങനെ അഭിനയിച്ച് കാണിക്കുക. അതാണ് എൻ്റെ തീം. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഉള്ളത് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്കും അത് തകർന്ന് തരിപ്പിടമാകുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇനി ഞാൻ ഇനി ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും എന്നല്ല ഇപ്പോൾ കണ്ടിന്യൂസ് എന്തായാലും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്കിനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 22 വന്നിട്ടുണ്ട്. 20 മാക്സിമം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് 22 കിട്ടിയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. സോ ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ആരാ പേരില്ലേ? മാളവിക എന്നാണ്. ഫേവറേറ്റ് ഫുഡ് എനിക്ക് കുഴിമന്തിയാണ് ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ദിയാസ് ചാലഞ്ച് 1 2 3. ഇത് ചാനലാണെന്ന് തോന്നുന്നില്ല ഗൈസ്, അതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ദിയാസ് ചാനൽ. നിങ്ങൾ അവളുടെ ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സോങ് ഇങ്ങനെ പുതിയത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ എനിക്ക് അതെല്ലാം ഇങ്ങനെ എൻ്റെ ഫേവറേറ്റ് സോങ് ഒക്കെ ആവും. ഇപ്പം എനിക്ക് മറ്റേ വേടൻ്റെ ഒരുത്തി ആ പാടിന് എനിക്കിഷ്ടം. എനിക്ക് ഏകദേശം പകുതി മുക്കാലൊക്കെ എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട് കേട്ടോ ആ പാട്ട്. എനിക്കതാണ് വേടൻ്റെ ഒരു പാടിനെ ഇഷ്ടം. ഞാൻ വേടൻ്റെ അത്ര വലിയ ഫാൻ അല്ലെങ്കിലും എനിക്ക് വേടൻ്റെ ചില പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് മറ്റേ ഒരുത്തി ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് അമൃത എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. വാട്ട് ഈസ് യുവർ ഡ്രീം? എൻ്റെ ഡ്രീം ഒരു എയർ ഹോസ്റ്റസ് ആവാം എന്നുള്ളതാണ്. എയർ ഹോസ്റ്റസ് കേട്ടോ, അത് എൻ്റെ പണ്ടത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ ആഗ്രഹം എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല റീച്ച് കയറുക, 1000 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. നിങ്ങളത് നടത്തിത്തരണം ഗീസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അശ്വതി പറഞ്ഞാലാണ്. യുവർ അംബീഷൻ? എൻ്റെ അംബീഷൻ എന്താണ്? എൻ്റെ അംബീഷൻ എയർ ഹോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. ഈ അപകടം, അതായത് പ്ലെയിനിൻ്റെ അപകടം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ഒന്നെങ്കിൽ എയർ ഹോസ്റ്റേഴ്സ് ആവും അല്ലെങ്കിൽ ഞാൻ ടീച്ചറാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആരാ ചോദിച്ചേ? ഇവിടെ ഒരാൾ ഇന്ന് ഫോൺ കാണും കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. ശൈലജ എന്നൊരാളാണ് ചോദിച്ചത്. BTS ഓർ ബ്ലാക്ക് പിങ്ക്?
BTS ഓർ ബ്ലാക്ക് പിങ്ക്. എനിക്ക് രണ്ടുപേരും ഇഷ്ടമല്ല. BTSും ബ്ലാക്ക് പിങ്കിൻ്റെ ഞാൻ ഫാന് പോലും അല്ല ഗൈസ്. ഞാൻ അവരുടെ വീഡിയോസും കാണും. ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും. പാട്ട് റീലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ ഉള്ളൂ. ഓക്കെ, അത് സ്വപ്ന മോൾ എന്ന് പറഞ്ഞ ഒരാളാണ്. അമ്മയുടെ നെയിം, അച്ഛൻ്റെ നെയിം, സിസ്റ്റർ ഓർ ബ്രദർ നെയിം. നെയ്മറോ NAMR കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഈ എഴുതേണ്ട സ്ഥലത്ത് ആറായിപ്പോയി, കാണാൻ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് സ്മിത NG എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഷജിൽ കുമാർ എന്നാണ്. എനിക്ക് ബ്രദറുണ്ട്. ബ്രദറിൻ്റെ പേര് ഹരിനന്ദൻ എന്നാണ്. എൻ്റെ പേര് പിന്നെ അറിയായിരിക്കുമല്ലോ, അറിയാത്തവർക്ക് വേണ്ടി പറയണം. എൻ്റെ പേര് ലക്ഷ്മി നന്ദന എന്നാണ്. ഓക്കെ, പിന്നെ ചോദിച്ചിരുന്നത് സ്വപ്ന മോൾ തന്നെ കേട്ടോ. ഹായ് സ്വപ്ന മോൾ, ചുമ്മാ അറിഞ്ഞെന്നുള്ള കേട്ടോ. അടുത്തത് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ ആർക്കാണൊക്കെ ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്കും അത് തകർന്ന് തരിപ്പടാവും. അതാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് ഈ ക്രാഫ്റ്റിൻ്റെ കേട്ടോ. അടുത്തത് പിന്നെ ചോദിച്ചിട്ട് ഞാൻ എന്നെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്ന ഇഷ്ടമാണോ? ഞാൻ അവിടെ റിപ്ലൈയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കീപ് വാച്ചിങ് മോർ വീഡിയോസ് ഞാൻ റിപ്ലൈ കൊടുത്തു. അടുത്തത് ദിയാസ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ദിയാസ് ചാലഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ് ഗീസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾ. ഫേവറേറ്റ് കളർ ലാവൻഡർ, ബേബി പിങ്ക്, ബേബി ബ്ലൂ, ആ ഒരു കളറുള്ളതാണ് എനിക്കിഷ്ടം. ഓക്കെ, അടുത്ത് വെച്ചിരിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മി ദേവ്. വേറെ ആരുമില്ല ഗൈസ്, എൻ്റെ കസിനാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രഷ്യസ് എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ളൊരു മൊമെൻറ്റ്. എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ല മെമ്മറി കേട്ടോ, മൊമെൻ്റ് മെമ്മറി. എനിക്കങ്ങനെ മെമ്മറീസും കാര്യങ്ങളും അങ്ങനെ ഇല്ല. അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ചിലപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അതുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയില്ല, അങ്ങനെ എനിക്കൊരു മെമ്മറി ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇല്ല ഗൈസ്, അറിയത്തില്ല, എനിക്കങ്ങനെ ഇല്ല. ഓക്കെ, അടുത്തൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വൈഗ ബിജു, ദാറ്റ് ഈസ് മൈ ഓൾഡ് ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. ഇപ്പോഴും ഫ്രണ്ട് തന്നെ കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്. അവൾ സ്കൂൾ മാറിയില്ല, എന്നാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ കേട്ടോ അവൾ. ഓക്കെ, അടുത്തത് സ്കൂൾ നെയിം പറഞ്ഞല്ലോ, സ്കൂൾ നെയിം ബദരി ആശ്രമം ഹൈസ്കൂളിൽ നിന്നാണ്. അടുത്തത് ശ്യാമ സന്തോഷ്. ഈ ശ്യാമ സന്തോഷ് ആരാന്ന് എനിക്കറിയാം. എൻ്റെ ബെസ്റ്റി എന്ന് വേണം പറയാം. ദിയസ് ചാലഞ്ച് എന്ന് പറഞ്ഞ അവളും, അതായത് ദിയ. ഈ ശ്യാമ സന്തോഷ് അവളുടെ ശരിക്കുള്ള പേര് ശ്യാമ സന്തോഷ് അവളുടെ അമ്മയുടെ പേരാണ്. അവളുടെ ശരിക്കുള്ള പേര് ശ്രാവണ സന്തോഷ് എന്നാട്ടോ. അപ്പോൾ അവൾമാർ രണ്ടോണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റി. അവൾ ചോദിച്ചത് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി പിള്ളേരെ കാണുമ്പോൾ അവരെയൊക്കെ പോയി ചൊറിയും, എടുക്കും, അങ്ങനെയൊക്കെയാണ്. ഡാൻസ് ഇഷ്ടമാണോ? ഡാൻസ് ഇഷ്ടമാണ്. ഞാൻ സാരി ഉടുത്ത് വീഡിയോ ഡാൻസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം കേട്ടോ. ഓക്കെ, അടുത്തത് ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? ശ്യാമ സന്തോഷിനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്നും ശ്രാവണം തന്നെ കേട്ടോ. ശ്രാവണൻ ദിയാണ് എൻ്റെ എപ്പോഴത്തെയും ബെസ്റ്റ് ഫ്രണ്ട്. അവളിപ്പോൾ സ്കൂൾ മാറി, എൻ്റെ ചെറിയ വിഷമമുണ്ട് കേട്ടോ. ഐശ്വര്യ ലക്ഷ്മി. പിന്നെ എൻ്റെ കസിൻ ചോദിച്ചിരിക്കുന്നത് ഡ്രീം ജോബ്. എൻ്റെ ആഗ്രഹം എനിക്ക് എയർ ഹോസ്റ്റേഴ്സ് ആവണമെന്നാണ്. എനിക്കതാണ് എൻ്റെ ഡ്രീം. നടക്കില്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഫോൺ വീണ് ഈ അമ്മയുടെ ഫോണിലായിട്ട് എടുക്കുന്നത്. എൻ്റെ മിററൊക്കെ ഉണ്ട് എൻ്റെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൃഷ്ണ 09N9G.
എൻ്റെ കസിനാണ് കേട്ടോ കൃഷ്ണവേണി. അവളുടെ യൂട്യൂബ് ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സ്വപ്നമോൾ എന്ന് പറഞ്ഞില്ലേ, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൂ യു ലവ് മോസ്റ്റ്, ഫാദർ ഓർ മദർ? എനിക്ക് തോന്നുന്നത് ആരെയാണ് ഇഷ്ടം എന്നാണ് ചോദിച്ചത് എന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയും അമ്മേനെയാണ് ഗൈസ്. നിങ്ങളോടിപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് അച്ഛനാണ് അമ്മയാണ് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കുമോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആരാണ് ഇഷ്ടമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫുൾ നെയിം ആൻഡ് എത്രാം ക്ലാസ്സിൽ അമ്മ പഠിക്കുന്നതല്ലേ? അമ്മയെ പഠിക്കുന്നതല്ലേ? ഫുൾ നെയിം, എൻ്റെ ഫുൾ നെയിം എസ് ലക്ഷ്മി നന്ദന എന്നാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാനിപ്പോൾ 6th സ്റ്റാൻഡേർഡിലാണ്. എന്നെ കണ്ട 6th സ്റ്റാൻഡേർഡിലല്ലെന്ന് പറയുന്നത് എനിക്കറിയാം. അതോ ബൈഗ ബിജു. ബെസ്റ്റ് ഫ്രണ്ട് നെയിം നമ്മളെന്നെ കുറച്ച് ചോദിച്ചു. ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം ശ്രാവണ ദിയ. പക്ഷെ എൻ്റെ 3ാം ക്ലാസ്സിലായിട്ട് വൈഗയെ സ്കൂൾ മാറി 3ാം ക്ലാസ്സിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും വൈഗ തന്നെയായിരുന്നു. എൻ്റെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് അമ്മയ്യ സന്തോഷ്. അമ്മയ്യ ഈ ദേഷ്യം വരുത്തിരിക്കുക, ഫാഷൻ ഇടാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ അമ്മയ്യ ഏജ്, എൻ്റെ ഏജ് 11, 11 വയസ്സാണ്. 11 വയസ്സുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തത് എൻ്റെ അമ്മ ചോദിച്ചിരിക്കുന്നത് ബ്രദർ നെയിം എന്താ? ഹരിനന്ദൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ആരാ? കരിഷ്മ എന്നാണ് കേട്ടോ. കമ്മിറ്റഡ് ആണോ? വാട്ട് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ്. വാട്ട് എ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തേങ്ങി പറയുന്നത്? അയ്യോ, കമ്മിറ്റഡ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റഡ് അല്ല, ഞാൻ സിംഗിളാണ് ഗൈസ്. ഓക്കെ, അടുത്തത് കംബാക്ക് K4E. കംബാക്ക് K4E എന്തൊരു പേരത്? ബ്രദർ കമ്മിറ്റഡ് ആണ്. ബ്രദറും കമ്മിറ്റഡ് അല്ലേ ഗൈസ്? ഞാനും ചേട്ടനും ഒരേ മൈൻഡാണ്, ഒരേ വൈബാണ്, ഒരേ സിറ്റുവേഷനാണ്. ഞാനും എൻ്റെ ചിഹ്നം സിംഗിളാണ്. ഞാൻ ആ കംബാക്ക് അവരുടെ ചാനലൊന്നും നോക്കട്ടെ. ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഇതാട്ടോ. യൂട്യൂബ് ചാനലല്ല കേട്ടോ. ഹായ് ഗൈസ്, ഞാൻ ഈ റീലിൽ നാട്ടോ എടുത്തത്. അപ്പോൾ ഇതല്ല നമ്മുടെ ചെറിയൊരു Q&A. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ Q&A ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ബൈ ദ ബൈ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 171 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാട്ടോ. വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ 171 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് അത്ര റീച്ചോ അല്ലെങ്കിൽ ലൈക്സോ ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ചെറിയൊരു വിഷമമുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോ കാണാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ലൈക്ക് ഉണ്ട്. ഡ്രീമി ലക്ഷ്മി തന്നെയാണ്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ മെസ്സേജ് അയക്കാം. ഓക്കെ, പിന്നെ ഗൈസ്, എനിക്ക് ചിലപ്പോൾ വേറെ തിരിച്ചറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ഷോർട്സിൽ നിങ്ങൾ വന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയൊരു Q&A ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കരുത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതേത്തെ ചെറിയ ചാലഞ്ചസും Q&A ആയിട്ട് വരുന്നവരെ ബൈ ബൈ.